ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടിയിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും തൊഴിലുറപ്പ് പദ്ധതിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. സ്ഥിര താൽക്കാലിക നിയമനമാണ്. എഴുത്തും വായനയും അറിയുന്നവർക്ക് മുതൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രം കാസ്പിന് കീഴിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് 2 ഒഴിവ് വന്നിട്ടുണ്ട്. 1 വർഷത്തേക്കുള്ള താൽക്കാലിക നിയമനമാണ്. 840 രൂപയാണ് പ്രതിദിന വേതനം ലഭിക്കുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നവംബർ 21 രാവിലെ 11 മണിക്ക് IMCH സൂപ്രണ്ട് ഓഫീസിൽ ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാവണം. വിദ്യാഭ്യാസ യോഗ്യത BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 45 വയസ്സ് വരെയാണ്. അടുത്തത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഡിഗ്രിയും ഡയാലിസിസ് ടെക്നോളജിയിലുള്ള ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകൾ, ബയോഡേറ്റ എന്നിവ സഹിതം നവംബർ 21 രാവിലെ 10 മണിക്കകം ജില്ലാ ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് അങ്കണവാടിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ഐസിഡിഎസ് പ്രോജക്റ്റ് പരിധിയിലുള്ള മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ അങ്കണവാടി ഹെൽപ്പർ തസ്തികയിൽ NC ഒഴിവിൽ നിയമനം നടത്തുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ സ്ഥിര താമസമുള്ള മുസ്ലിം, ലാറ്റിൻ കാത്തലിക്, ആംഗ്ലോ ഇന്ത്യൻ, ധീവര വിഭാഗത്തിൽപ്പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപേക്ഷകർ 18-നും 46-നും മധ്യേ പ്രായമുള്ളവരും 10ാം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയാവുന്നവരുമായിരിക്കണം. അപേക്ഷകൾ നവംബർ 25 വൈകിട്ട് 5 മണിക്ക് മുൻപായി മാവേലിക്കര ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന മാവേലിക്കര ICDS ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ഓവർസിയറെ ആവശ്യമുണ്ട്. യോഗ്യത 3 വർഷ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ 2 വർഷത്തെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സർട്ടിഫിക്കറ്റ് ആണ്. വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സഹിതം നവംബർ 20 വൈകിട്ട് 4 മണിക്ക് മുമ്പ് പഞ്ചായത്തിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കാസർഗോഡ് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. +2 സയൻസ്, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കാത്തലാബ്, ICU, ഡയാലിസിസ്, ഓങ്കോളജി വിഭാഗങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. പ്രായപരിധി 18 മുതൽ 45 വയസ്സ് വരെയാണ്. കൂടിക്കാഴ്ച നവംബർ 22 രാവിലെ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് നെയ്യാറ്റിൻകര സർക്കാർ പോളിടെക്നിക് കോളേജിലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രോണിക്സ് ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് നവംബർ 21 അഭിമുഖം നടത്തുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം രാവിലെ 10:30 നെയ്യാറ്റിൻകര സർക്കാർ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ആലപ്പുഴയുടെ കീഴിലുള്ള ഹൈബ്രിഡ് IDU സുരക്ഷ പ്രോജക്റ്റിൽ മോണിറ്ററിംഗ്, ഇവാലുവേഷൻ കം അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത BCom അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിൽ ഒന്നിലുള്ള ബിരുദമാണ്. കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ നവംബർ 22 idu@gmail.com എന്ന മെയിൽ ID ബയോഡേറ്റ അയയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.